ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലാണ് ഞാനിപ്പോൾ. ബുഖാറയിലെ പ്രശസ്തമായ നാദിർ ദിവാൻ ബംഗി മദ്രസയുടെ നടുമുറ്റത്ത് ചുറ്റോടു ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ തിണ്ണകളിലെല്ലാം കരകൗശലക്കാർ സാധനങ്ങൾ ഉണ്ടാക്കാനും വിൽക്കാനും ഇരിക്കുന്നു. ചിത്രകാരന്മാരും ചിത്രകാരികളുമൊക്കെയുണ്ട്. ധാരാളം കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ നാദിർ ദിവാൻ ബംഗി മദ്രസ. ഇവിടെ ഒരാൾ ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളർ ചെയ്ത ചെറുശില്പങ്ങളിൽ മാഗ്നറ്റ് ഒട്ടിക്കുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തടിക്കഷ്ണത്തിൽ കൊത്തിയെടുത്ത് നിറങ്ങൾ നൽകിയവയാണെല്ലാം. കൂടാതെ മെറ്റൽ കൊണ്ടുള്ള നിരവധി കലാരൂപങ്ങളും ഇവിടെയുണ്ട്. ചുവരുകളെ അലങ്കരിക്കാനുള്ളതാണ് കൂടുതലും. ചിലർ അവിടെ ഇരുന്ന് അതിന്റെ പണി നടത്തുന്നു. ബ്രാസ് കൊണ്ടും മറ്റുമുള്ള തളികയിൽ ആദ്യം ഇവർ പടം വരയ്ക്കും, പെൻസിൽ കൊണ്ടോ മറ്റോ. എന്നിട്ടത് ഉളികൊണ്ട് കൊത്തിക്കൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രമകരമായ വലിയ ശ്രദ്ധ വേണ്ട ജോലി തന്നെയാണ്. ചിത്രം ആദ്യം വരച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ അത് കൊത്തിയെടുക്കാൻ അത്യാവശ്യം പരിശീലനം കിട്ടിയ ആൾക്ക് സാധ്യമാകും. ആദ്യം ഡിജിറ്റൽ പ്രിന്റ് എടുത്ത് ചിത്രം ഇതിൽ വരച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ ആദ്യം ഇമേജ് പതിപ്പിച്ചിട്ട് അതിൽ ടാറ്റു ചെയ്യുന്നത് പോലെ. ആ വരകളുടെ മുകളിലൂടെയാണ് പിന്നീട് കൊത്തുപണി നടക്കുന്നത്. പാട്ട് കേട്ടുകൊണ്ടിരുന്നാണ് പണി. ഇവിടെയെങ്ങും ചെറിയ ഉളിയിൽ ചെറു ചുറ്റിക വീഴുന്ന ശബ്ദമാണ്. നല്ല കൈത്തഴക്കമുള്ള പണിക്കാരാണ് ഇവരെല്ലാം. വേറൊരു ഭാഗത്ത് ഇത്തരം പാത്രങ്ങളാണ്, പോഴ്സലീൻ പാത്രങ്ങൾ. മറ്റൊരു ഭാഗത്ത് കാർപ്പറ്റുകളുടെ കച്ചവടമാണ്. നിലത്ത് വിരിക്കാനുള്ള കാർപ്പറ്റുകൾ മാത്രമല്ല, ബ്ലാങ്കറ്റുകൾ, കുഷൻ കവറുകൾ, പുതപ്പുകൾ, ഇങ്ങനെ പലതുമുണ്ട്. ഒരപ്പൂപ്പനാണ് ഇവിടുത്തെ കച്ചവടക്കാരൻ. വാങ്ങാനൊന്നുമല്ല, ഞങ്ങൾ ചുമ്മാ പോയി വില ചോദിച്ചതാണ്. അപ്പൂപ്പനും അതറിയാം. നിങ്ങൾ ചുമ്മാ നോക്കുന്നതിന് കാശൊന്നും തരേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. രാകേഷ് ഒരു സംശയം ചോദിച്ചു, ഇത് മെഷീനിൽ പ്രിന്റ് ചെയ്യുന്നതല്ലേ എന്ന്. അപ്പൂപ്പൻ അത് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം വന്നു. ഇത് മുഴുവൻ കൈകൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിച്ച് കാണിച്ചു തന്നു. വെള്ളത്തുണിയിൽ ചെയ്യുന്ന എംബ്രോയിഡറി വർക്കാണ്. പുള്ളി ഇതിന്റെ ഒരു എക്സ്പേർട്ടുമാണ്. മൻസൂറാണ് ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെയുള്ള വിദഗ്ധോപദേശം രാകേഷിന് നൽകുന്നത്. കാരണം മൻസൂർ ഈ നാട്ടുകാരൻ തന്നെയാണ്. ഒന്നും വാങ്ങിയില്ല. വിലയൊക്കെ ചോദിച്ച് അവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും ടൂറിസ്റ്റുകൾ ധാരാളമായി മദ്രസയ്ക്കകത്തേക്ക് കയറി വരുന്നുണ്ട്. വലിയൊരു നടുമുറ്റത്തിനു ചുറ്റുമായാണ് മദ്രസ. അതിന്റെ പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു ഉദ്യാനത്തിലേക്കാണ് എത്തുന്നത്. ലാബി ഹൗസ് സ്ക്വയർ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. പാതയ്ക്കപ്പുറം കാണുന്നത് കുക്കൽദോഷ് മദ്രസയാണ്. ഇവിടെ ഒരു പ്രതിമയുണ്ട്, ഒരു വെങ്കല പ്രതിമ, കഴുതപ്പുറത്തിരിക്കുന്ന ഒരാൾ. ഇതിവിടുത്തെ പ്രശസ്തമായ ഒരു നാടോടി കഥാപാത്രമാണ്, ഹോജ നസറുദ്ദീൻ. ഖ്വാജ നസറുദ്ദീൻ എന്നും പറയും. ഇദ്ദേഹം ഒരു കുസൃതിക്കാരനാണ്. ആരെയും വിമർശിക്കാൻ ധൈര്യമുണ്ടായിരുന്നയാൾ. 14-ാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ ജീവിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന ധാർഷ്ണികനായ സൂഫിയായിരുന്നു ഹോജ നസറുദ്ദീൻ. സരസവും ബുദ്ധിപൂർവവുമായ കഥകൾ കൊണ്ട് ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നയാൾ. മഹാനായ തിമൂറിനെ വരെ തന്റെ ഫലിതങ്ങളിലൂടെ പരിഹസിക്കാൻ ധൈര്യപ്പെട്ടിരുന്നു ഹോജ നസറുദ്ദീൻ. അവിടെ നിന്ന് വീണ്ടും ലാബി ഹൗസ് സ്ക്വയറിന്റെ ഉദ്യാനത്തിലൂടെ നടന്നു. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങൾ. ഇവിടെ ഒരു കുളമുണ്ട്, ദിവാൻ ബംഗി എന്ന കുളം. കുളത്തിന്റെ ചുറ്റിലുമായി നിരവധി മേശകസേരകൾ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഉച്ചയ്ക്കും വൈകുന്നേരവുമൊക്കെ ഇവിടെ ധാരാളം ആളുകളെത്തും. ഈ കുളത്തിനു ചുറ്റുമായിട്ടാണ് നഗരത്തിന്റെ ഹൃദയഭാഗമെന്ന് പറയാം. സമ്മർ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലാത്തത്. വിന്റർ തുടങ്ങിക്കഴിയുമ്പോൾ ഇവിടെയെല്ലാം ജനം വന്നു നിറയും. അപ്പുറം കാണുന്നതാണ് കുക്കൽദോഷ് മദ്രസ. 1620 നിർമ്മിച്ച കുളമാണ്. ദിവാൻ ബംഗി മദ്രസ പണിത കാലത്ത് തന്നെയായിരുന്നു ഈ കുളത്തിന്റെ നിർമ്മാണവും. നല്ല ചൂടുള്ള സമയമായതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അധികം ആളുകൾ ഇല്ലാത്തത്.
സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഇവിടെയെല്ലാം നിറയെ ആളുകൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ കൂടെയുള്ള ഇന്നാട്ടുകാരനായ മൻസൂർ പറയുന്നത്. ബുഖാറയുടെ ഓൾഡ് ടൗണിന്റെ ഒരു ഭാഗത്തേക്കുള്ള കവാടം കാണാം. അവിടെയും ഹോജ നസറുദ്ദീൻ സ്ട്രീറ്റ് എന്ന പേര് എഴുതി വച്ചിട്ടുണ്ട്. നടക്കുന്ന വഴിക്കും പുരാതനമായ നിരവധി കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇത്തരം അനേകം കെട്ടിടങ്ങളുടെ നഗരമാണ് ബുഖാറ. ഫുട്പാത്തിൽ ഇത്തരം ചിത്രപ്പണികൾ നടത്തിയ പോഴ്സലൈൻ പ്ലേറ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററുകളുടെ ഭംഗി നമ്മെ അത്ഭുതപ്പെടുത്തും. വുഡ് കാർവിംഗിന്റെയും ഹാൻഡിക്രാഫ്റ്റ്സിന്റെയും ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന പെർഫെക്ഷനോട് കൂടിയ ഉപകരണങ്ങൾ വിൽക്കാൻ നിരത്തിവെച്ചിരിക്കുന്നു. ഖുറാനും അതുപോലെയുള്ള കിതാബുകളും നിവർത്തിവെക്കാനുള്ള സ്റ്റാൻഡുകൾ ധാരാളം. ഇതിനൊക്കെ നല്ല വിലയാണ്. എല്ലാത്തിനും നല്ല പെർഫെക്ഷനുണ്ട്. ഹാലിം എന്നു പേരുള്ള ഇവരാണ് ഒരു കച്ചവടക്കാരൻ. ഹാലിമിന്റെ അച്ഛനാണ് കട നടത്തുന്നത്. കട പിന്നിലെ കെട്ടിടത്തിനകത്താണ്. പക്ഷേ അകത്തിരുന്നാൽ ആളുകൾ കയറി വരാത്തതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് ഇറക്കി വെച്ച് വിൽക്കുന്നു. പുസ്തക സ്റ്റാൻഡിന്റെ രീതി ഹാലിം കാണിച്ചു തന്നു. ഇത് മോഡേൺ ആണ്. ഖുറാൻ മാത്രമല്ല, മൊബൈൽ ഫോണും ടാബ്ലറ്റും ഒക്കെ വെക്കാം. കാലത്തിനനുസരിച്ച് ടെക്നോളജിയും കച്ചവട തന്ത്രങ്ങളും മാറ്റുക എന്ന് പറയുന്നത് ഇതാണ്. ടാബ്ലറ്റ് പിസികൾ വെക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെക്കാം, വേണമെങ്കിൽ പുസ്തകവും വെക്കാം. ഹാലിം അതിന്റെ ഡെമോ ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ അവനെ പരിചയപ്പെട്ടു. ഹാലിം സ്കൂളിൽ പഠിക്കുകയാണ്. ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് അച്ഛനെ സഹായിക്കുന്നു. ഇവരൊക്കെ ജനിച്ചു വീഴുമ്പോൾ തന്നെ ബിസിനസിന്റെ ബാലപാഠങ്ങളാണ് പഠിക്കുന്നത് എന്ന് തോന്നും. നമ്മുടെ കേരളത്തിലെ കുട്ടികളെയും സ്കൂൾ തലം മുതൽ തന്നെ ബിസിനസിന്റെ പാഠങ്ങൾ പഠിപ്പിക്കണം. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് രോമത്തൊപ്പികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. വിന്ററിൽ പഴയ സോവിയറ്റ് നാടുകളിലെല്ലാം വലിയ ആവശ്യമുള്ള സാധനമാണിത്. കൊടും തണുപ്പായിരിക്കും ഇവിടെ. രോമത്തൊപ്പി, രോമക്കോട്ട്, രോമ ജാക്കറ്റുകൾ ഇതെല്ലാമുണ്ട്. നല്ല വിലയാണ് എല്ലാത്തിനും. ഒറിജിനൽ രോമമാണ്. ഒരു തൊപ്പി രാകേഷിന് നന്നായി ഇഷ്ടപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാൻ നാടോടികളുടെ തൊപ്പി പോലെയുണ്ട്. പുറകിൽ ഒരു വാലുകൂടിയുണ്ട് ഇതിന്. അത് വെച്ച രാകേഷിനെ കണ്ടാൽ ഇവിടുത്തെ ഒരു സുൽത്താനാണെന്ന് തോന്നുമെന്ന് ഞാനൊന്ന് പുകഴ്ത്തി. അല്ലാതെ എന്താ പറയുക. ഇതിന് വലിയ വിലയാണ്. 5,50,000 സോം, നമ്മുടെ 4,000-ഓളം രൂപയ്ക്കടുത്ത് വരും. പുരാതന നഗരമാണ്. അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. എല്ലായിടവും മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട്. മാലിന്യ ലേശമില്ല, വൃത്തികേടില്ല, പോസ്റ്ററില്ല, ബാനറില്ല. ഇങ്ങനെയൊക്കെയാണ് ചരിത്രമുള്ള നഗരങ്ങളെ ലോകം സംരക്ഷിക്കുന്നത്. വഴിയുടെ ഓരങ്ങളിലൊക്കെ സുവനീർ കടകൾ, റെസ്റ്റോറന്റുകൾ, എല്ലാത്തിൻ്റെയും ട്രഡീഷണൽ രൂപഭാവങ്ങൾ നഷ്ടം വരാതെ സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇവിടുത്തെ ടോക്കി സറോഫോൻ എന്ന ഒരു ഹിസ്റ്റോറിക് ബിൽഡിങ്ങിനകത്തേക്കു കയറി. ഇവിടുത്തെ ട്രേഡ് ഡോമുകൾ എന്നറിയപ്പെടുന്ന കെട്ടിടങ്ങളിൽ പെട്ടതാണ് ടോക്കി സറോഫോൻ. 16-ാം നൂറ്റാണ്ടിൽ ഉബൈദുള്ള ഖാൻ എന്ന ഭരണാധികാരി പണിത ട്രേഡ് ഡോം. ഇത്തരത്തിൽ ഡോമുകൾ പോലത്തെ കെട്ടിടങ്ങൾ പലതുണ്ടാകും ഒരു പട്ടണത്തിൽ. പണ്ട് കച്ചവടം നടന്നിരുന്ന സ്ഥലങ്ങളാണ്. സിൽക്ക് റൂട്ട് സജീവമായിരുന്ന കാലഘട്ടത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ. ടോക്കി സറോഫോൻ 1534-35 കാലഘട്ടത്തിൽ പണിതതാണ്. പണം കൈമാറ്റത്തിനുള്ള ഇടമായിരുന്നു അത്. ഇവിടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെ കണ്ടു. ടൂറിസ്റ്റും നാട്ടുകാരനും കൂടിയാണ് ചെസ് കളി. 2 പേരും സമനിലയിൽ പിരിഞ്ഞു. കാർപ്പറ്റുകളാണ് ഇതിനകത്ത് പ്രധാനമായും വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കാർപ്പറ്റുകളും കരകൗശല വസ്തുക്കളും എല്ലാമുണ്ട്. ബുക്കാറ ഖാനേറ്റ് ഷെയ്ബാനിറ്റ് രാജവംശം ഭരിച്ചിരുന്ന കാലത്താണ് ടോക്കി സറോഫോൻ പോലുള്ള ട്രേഡ് ഡോമുകൾ ഈ നഗരത്തിൽ പലയിടത്തായി പണിതത്. 16-ാം നൂറ്റാണ്ടായിരുന്നു കാലം. കച്ചവടം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രേഡ് ഡോമുകൾ നിർമ്മിക്കപ്പെട്ടത്. മോസ്കും സത്രവും ബാത്ത് ഹൗസും കച്ചവടശാലകളും ഗോഡൌണുകളുമെല്ലാം ഉൾപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു ട്രേഡ് ഡോമുകൾ. ട്രേഡ് ഡോമിനകത്തുകൂടിയാണ് നഗരത്തിന്റെ പഴയ പാതകൾ കടന്നുപോയിരുന്നത്. പാതകളുടെ ഒരു സംഗമവേദി എന്നും വിശേഷിപ്പിക്കാം.
വീണ്ടും നടക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്നത് സിൽക്ക് റൂട്ട് കാലത്തിലെ സത്രങ്ങളാണ്. അതുപോലെ ഈ കെട്ടിടത്തിനകത്തെ ഓരോ പൊത്തും അന്നത്തെ ഓരോ കടകളായിരുന്നു. നൂറ്റാണ്ടുകൾ മുൻപത്തെ കഥയാണ് ഈ പറയുന്നത്. അതെല്ലാം വളരെ മനോഹരമായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും വന്നിരുന്ന ഇടമാണ്. ഇതാണ് ഇവിടുത്തെ പഴയ ബാത്ത് ഹൗസുകളുടെ ശേഷിപ്പുകൾ. വലിയൊരു സംവിധാനം തന്നെയായിരുന്നു അന്നത്തെ കുളിപ്പുരകൾ. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മൻസൂറും രാകേഷും നടന്നു മടുത്തിരുന്നു. അവർ ഒരു ഇലക്ട്രിക് ബഗ്ഗി പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങേയറ്റത്ത് ഒരു ട്രേഡ് ഡോം കാണുന്നുണ്ട്. അതുകൂടി ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു. അത്തരത്തിൽ നിരവധി ട്രേഡ് ഡോമുകൾ ഈ നഗരത്തിൽ പലയിടങ്ങളിലായി ഉണ്ട്. ടോക്കി ടെൽപാക് ഫുർഷോൺ എന്ന ട്രേഡ് ഡോമാണത്. ടോക്കി എന്നാൽ ഡോം എന്നേയുള്ളൂ. ടെൽപാക് ഫുർഷോൺ എന്നാണ് ഇതിന്റെ പേര്. ഇതിനകത്തും കാർപ്പറ്റാണ് ഇപ്പോൾ പ്രധാന വിൽപ്പന വസ്തു. ഷൈബാനി ഭരണാധികാരി അബ്ദുള്ള ഖാൻ രണ്ടാമൻ ബുഖാറ ഭരിച്ചിരുന്ന കാലത്ത് 1571 പണിതതാണ് ഈ ട്രേഡ് ഡോം. പട്ടണത്തിലെ 5 സ്ട്രീറ്റുകളുടെ സംഗമസ്ഥാനത്താണ് ഇത് പണിതിരിക്കുന്നത്. ബുഖാറയിൽ നിർമ്മിക്കപ്പെട്ട ട്രേഡ് ഡോമുകളിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനമാണ് ഇതിനുള്ളത്. തടി, കല്ല്, കളിമണ്ണ് എന്നിവ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പുതിയ കാലത്ത് സിമന്റും മറ്റും ഉപയോഗിച്ച് ഇതൊന്ന് ബലപ്പെടുത്തിയിരിക്കുകയാണ്. 16ാം നൂറ്റാണ്ടിൽ തുകൽ, രോമം, പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ കച്ചവടമാണ് ഈ ഡോമിലും ചുറ്റുഭാഗത്തുമായി നടന്നിരുന്നത്. നേരം ഏതാണ്ട് ഉച്ചയോടടുത്തു. 12 മണിയാകാറായിരിക്കുന്നു. ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതാണ്: ടൂറിസ്റ്റ് പോലീസിന്റെ കൗണ്ടറുകൾ. ഇത്തരം കൗണ്ടറുകൾ എവിടെയും കാണാം. മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്ന കൗണ്ടറുകൾ. അവിടെ ഏതു സഹായത്തിനും സമീപിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കും. ഞങ്ങളെ കണ്ട് വേറെയും ബഗ്ഗികളെത്തി. അതിൽ നേരത്തെ തന്നെ ഞങ്ങളുടെ പിറകെ കൂടിയിരുന്ന ഒരാളുടെ ബഗ്ഗിയിൽ കയറി. ഈ കടന്നു പോകുന്നത് ഇവിടുത്തെ ഏഷ്യ ബുഖാറ എന്ന ഹോട്ടലാണ്. ഞാൻ ബുഖാറയിലെ താമസത്തിന് അവിടെ മുറി ബുക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചിരുന്നു. വേറെ ഒരിടത്താണ് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ നഗരത്തിൽ താമസിക്കണം. ഓൾഡ് ടൗണിലൂടെയാണ് കടന്നു പോകുന്നത്. പുരാതനമായ കെട്ടിടങ്ങൾ, ഇടുങ്ങിയ തെരുവുകൾ, ആലികൾ എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെ ഓടി ഞങ്ങൾ ചോർ മിനോർ എന്നൊരു പുരാതന മന്ദിരത്തിനടുത്തേക്കെത്തി. നമ്മുടെ ഹൈദരാബാദിലെ ചാർമിനാറിന്റെ മറ്റൊരു പതിപ്പ്. പക്ഷേ അത്രയും വലിപ്പമൊന്നുമില്ല. ശരിക്കും ഒരു ഗേറ്റ് ഹൗസ് ആയിരുന്നു ഈ ചാർമിനാർ. പിന്നിൽ ചുവന്ന മേൽക്കൂരയുള്ള കെട്ടിടം കാണുന്ന ഭാഗത്ത് പണ്ട് വലിയൊരു മദ്രസയാണ് ഉണ്ടായിരുന്നത്. അതിലേക്കുള്ള കവാടം എന്ന നിലയിലാണ് ഈ ചാർമിനാർ നിർമ്മിച്ചത്. 1807 ഇതിന്റെ നിർമ്മാണം. അക്കാലത്ത് ബുഖാറയിലെ ഒരു സമ്പന്നനായിരുന്ന ഖാലിഫ് നിയാസ് ഖൂൾ എന്നയാളാണ് മദ്രസയ്ക്ക് വേണ്ടി സംഭാവനയായി ഇത് പണിത് നൽകിയത്. സൂഫികൾ ഇതിനുള്ളിലിരുന്ന് ദിക്കർ പാടുന്നത് പതിവായിരുന്നത്രേ. ഇതിലെ 3 ഗോപുരങ്ങൾ പഴയകാലത്ത് ധാന്യത്തിന്റെയും വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും സംഭരണ കേന്ദ്രങ്ങളായിരുന്നു. അവയിലേക്കെത്താൻ താഴെ നിന്ന് പടവുകളുമുണ്ട്. നീല സെറാമിക് ടൈലുകൊണ്ട് ഗോപുരങ്ങളുടെ മുകൾ ഭാഗം പൊതിഞ്ഞിരിക്കുന്നു. അതിനു സമീപത്ത് ഇപ്പോൾ രസകരമായ ഒരു കടയുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലെ വസ്തുക്കൾ മാത്രം വിൽക്കുന്ന ഒരു കട. ഇവർക്കൊക്കെ സോവിയറ്റ് കാലം ഒരു നൊസ്റ്റാൾജിയാണ്. മാത്രമല്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും സോവിയറ്റ് കാലത്തെപ്പറ്റി കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പണ്ട് ഉരുക്കുമറയ്ക്കകത്തായിരുന്ന ഒരു ലോകമായിരുന്നല്ലോ അത്. തകർന്നു കഴിഞ്ഞതോടുകൂടി പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളുള്ള ആ നാടിനെയൊന്ന് കാണാനുള്ള കൗതുകത്തിലാണ് ഈ ഉസ്ബെക്കിസ്ഥാനിലും ഖസാക്കിസ്ഥാനിലുമൊക്കെ ആളുകൾ വരുന്നത്. സോവിയറ്റ് കാലത്തെ പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും പലവിധ യൂണിഫോമുകളും അവർക്കന്ന് കിട്ടുമായിരുന്ന മെഡലുകളുമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യൂണിഫോമൊക്കെ പിന്നീട് തയ്ച്ചതായിരിക്കണം. മെഡലും ഒറിജിനലാണോ എന്ന് സംശയമാണ്. പക്ഷേ എല്ലാം പണ്ടുണ്ടായിരുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. ഓരോരോ കാര്യത്തിന് കിട്ടുന്ന മെഡലുകൾ,
ഓരോരോ ചെറിയ കാര്യങ്ങൾക്കും പ്രോത്സാഹനമായി മെഡലുകൾ കൊടുക്കും. അങ്ങനെയാണ് ആളുകളെ ഉത്തേജിപ്പിച്ചിരുന്നത്. സ്റ്റാലിന്റെയും ലെനിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത മെഡലുകളുണ്ട്. പലവിധ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തതുണ്ട്. അരിവാൾ ചുറ്റികയുമായി കമ്മ്യൂണിസത്തിന്റെ അടയാളമുള്ള മെഡലുകളുണ്ട്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപൊക്കെ ഉണ്ടാക്കിയ മെഡലുകൾ പലതുമുണ്ട് ഈ കൂടെ. എന്നാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഇതിനകത്ത് കാണുമെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം ഇത്തരം മെഡലുകൾ റഷ്യയിലും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇദ്ദേഹമാണ് കടക്കാരൻ. സുഹ്റോബ് എന്നാണ് പേര്. ഇത് ഇദ്ദേഹത്തിന്റെ ഒരു കളക്ഷനാണ്. പുള്ളി പലയിടത്തു നിന്നും ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണത്രേ. കുറെയൊക്കെ വിറ്റുപോകും. 2000 മുതൽ മുകളിലേക്ക് വിലയുള്ള സാധനങ്ങളാണ് ഇവിടെയുള്ളത്. ഏറ്റവും വില കുറഞ്ഞതിന് 2000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ വിലയാണ്. എങ്ങനെയൊക്കെയോ ഹിന്ദി അറിയാം. ഹിന്ദി സിനിമ കണ്ടിട്ടുള്ള പരിചയമാണെന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരോട് പൊതുവെ സ്നേഹമാണ്. സായിപ്പിനോടുള്ള മനോഭാവമല്ല ഇവർക്കൊന്നും ഇന്ത്യക്കാരോട്. എല്ലായിടത്തും സുഹ്റോബിന്റെ നോട്ടം എത്തുന്നുണ്ട്. 1-2 ജീവനക്കാരുണ്ട് കടയിൽ. അവരൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഇതൊക്കെ ഒറിജിനലാണോ എന്നൊരു സംശയം ഞങ്ങൾ പ്രകടിപ്പിച്ചു. എല്ലാം ഒറിജിനലാണെന്ന് സുഹ്റോബ്. 5 ലക്ഷം സോമാണ് ഇപ്പോൾ രാകേഷ് വില ചോദിച്ച സാധനത്തിന്. ഇതാണത്. 5 ലക്ഷം സോമിന്റെ മെഡലാണ്. 5 ലക്ഷം സോം എന്ന് പറഞ്ഞാൽ നമ്മുടെ 3300 രൂപയായി. ഇത് സ്റ്റാലിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു മെഡലാണ്. സ്റ്റാലിൻ പ്രൈസ്. അതൊക്കെ പണ്ട് വലിയ മൂല്യമുള്ള മെഡലുകളായിരുന്നു. പട്ടാളത്തിൽ, സയൻസിൽ, വിദ്യാഭ്യാസത്തിൽ, കായിക മേഖലയിൽ, കലയിൽ ഒക്കെ മികവ് പുലർത്തുന്നവർക്ക് ഇത്തരം മെഡലുകൾ അന്നൊക്കെ കൊടുക്കുമായിരുന്നു. കുറേയേറെ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്ക് ഗൈഡുകൾ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഗൈഡുകൾക്ക് ഒരു കമ്മീഷനുണ്ട്. അതിനാൽ അവർ ഇവിടേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരും. ഇപ്പോൾ ആള് കുറവാണ്. സീസണിൽ നിറയെ ആളുകളായിരിക്കുമെന്നാണ് മൻസൂർ പറയുന്നത്. ഇത് സോവിയറ്റ് കാലഘട്ടത്തിലെ കറൻസിയായ റൂബിളാണ്. 10 റൂബിളിന്റെ നോട്ടുകൾ. അതിനൊന്നും ഇപ്പോൾ ഒരു വാല്യൂവുമില്ല. പക്ഷേ കളക്ഷൻ ഹരമാക്കിയവർക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാം. പഴയകാല സോമുണ്ട്. 500 സോമിന്റെ നോട്ടുകൾ. അതുപോലെ വേറെയും കറൻസികളുണ്ട്. സോമിന്റെയും റൂബിളിന്റെയും ഒക്കെ ചെറിയ മൂല്യത്തിലുള്ളവ. പലതിനും ലളിതമായ ഡിസൈനാണ്. പെട്ടെന്ന് അച്ചടിച്ചെടുക്കാമെന്ന് തോന്നും. കുറേയേറെയുണ്ട് ഇത്. സോവിയറ്റ് കാലഘട്ടത്തിൽ വോഡ്ക ഇവരുടെ ഒരു സംഗതിയായിരുന്നല്ലോ. അത് നിറച്ച് അരയിൽ തൂക്കി നടക്കാവുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ. സിപ്പറുകൾ. പട്ടാളക്കാരാണ് കൂടുതലായും ഇത് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലെ നാണയങ്ങൾ, മെഡലുകൾ ഇതൊക്കെ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നു. മറ്റൊരു കളക്ഷൻ വാച്ചുകളുടേതാണ്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരം വാച്ചുകൾ. ഗാന്ധിജിയൊക്കെ അരയിൽ കെട്ടിക്കൊണ്ട് നടന്ന വാച്ചുകളുണ്ടല്ലോ. അതുപോലെ ചെയിനിൽ തൂക്കി കഴുത്തിലോ അരയിലോ അണിയാവുന്നവ. ഇതിലെല്ലാം സോവിയറ്റ് ചിഹ്നങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. തുറന്ന് സമയം നോക്കി അടയ്ക്കാവുന്ന വാച്ചുകൾ. റഷ്യനിൽ SSSR എന്ന് കൊത്തിവെച്ചതാണ് ഒന്ന്. USSR എന്നതിന്റെ റഷ്യൻ അക്ഷരങ്ങളാണത്. ഒരു ഭാഗത്ത് മുഴുവൻ തൊപ്പികളാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സോവിയറ്റ് പട്ടാളക്കാരുടെയും സോവിയറ്റ് പോലീസിന്റെയും ക്യാപ്പുകൾ. അതിലെല്ലാം സോവിയറ്റ് ചിഹ്നങ്ങളുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ. കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. സോവിയറ്റ് ചരിത്രബോധമൊന്നുമില്ലാത്ത ആളുകൾക്ക് കൂടുതലും കൂജ, മൊന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും താല്പര്യം. ചരിത്രബോധമുള്ള ആളുകൾ സോവിയറ്റ് കാലത്തിന്റെ പ്രതിഫലനമുള്ള വസ്തുക്കൾ തപ്പി നടക്കും. ഇതെല്ലാം അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പുരാതന വസ്തുക്കൾ വിൽക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ചെറിയ തട്ടിപ്പുകളും നടക്കാറുണ്ട്. പുതിയ കാലത്ത് മാനുഫാക്ചർ ചെയ്ത് പഴക്കം വരുത്തി കൊണ്ടുവന്ന് വെക്കുന്ന പരിപാടി വ്യാപകമാണ്. അപ്പോൾ ഇതെല്ലാം പുരാവസ്തുക്കളാണെന്ന് കരുതേണ്ടതില്ല. രാകേഷും മൻസൂറും മെഡലുകളുടെ ലോകത്താണ്. ഇവിടെ രാകേഷിന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. സ്പിരിറ്റ് ബോട്ടിൽ.
അതായത് വേൾഡ് വാർ ടൂവിലൊക്കെ റഷ്യൻ പട്ടാളക്കാർ ആവേശഭരിതരായി യുദ്ധം ചെയ്യുമ്പോൾ തോൾസഞ്ചിക്കകത്ത് ഇത്തരമൊരു ബോട്ടിലുണ്ടാകും. അതിനകത്ത് സ്പിരിറ്റ് ആയിരിക്കും, വോഡ്കയല്ല, പ്യുവർ സ്പിരിറ്റാണ് നിറച്ചു കൊടുക്കുക. സ്റ്റാലിനൊക്കെ പറഞ്ഞിരുന്നത് പട്ടാളക്കാരുടെ തോക്കിലെ ഉണ്ട ഇല്ലാതായാലും സ്പിരിറ്റ് ബോട്ടിലിനകത്ത് സ്പിരിറ്റ് കുറഞ്ഞു പോകരുതെന്നായിരുന്നു. കാരണം ഇടയ്ക്കിടെ അത് മുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്പിരിറ്റിന്റെ ലഹരിയിൽ പട്ടാളക്കാർ ജീവൻ പണയം വെച്ച് യുദ്ധം ചെയ്യുമായിരുന്നു. പട്ടാളക്കാർക്കുള്ള റിവാർഡ് തന്നെ ബോട്ടിൽ നിറയെ ദിവസവും സ്പിരിറ്റ് കിട്ടുമായിരുന്നു എന്നതാണ്. അങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജീവൻ കളഞ്ഞ് അവർ യുദ്ധം ചെയ്തത്. ആ കഥകളും ചരിത്രവും ഓർമ്മിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇടുങ്ങിയ വഴികളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ബുഖാറയുടെ അടുത്ത ചരിത്രസ്ഥലം തേടിയുള്ള യാത്ര. ഈ മതിൽക്കെട്ടുകൾക്കെല്ലാം അകത്ത് സാധാരണക്കാർ വസിക്കുന്നുണ്ട്. അവരുടെ ലോകമാണത്. അതിനരികിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു.